Good morning. Good morning, Miss. Good morning, Okay, ma'am. good morning. Good morning, Okay, Miss. good morning. Okay, Amalji, good morning. തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? കഴിച്ചു. ഓക്കെ. Yes, ma'am. ക്ലാസ് വെച്ചത് കൊണ്ട് മടുപ്പൊന്നും തോന്നണ്ട കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് പോർഷൻസ് കുറച്ച് വലുതാണ്, കുറച്ചൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമുക്കൊരു February 8 ഒക്കെ ആവുമ്പോഴേക്കും പോർഷൻസ് കവർ ചെയ്യണം. അപ്പോ അതിനു മുമ്പ് നമുക്ക് വലിയ ചാപ്റ്ററുകളായതുകൊണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ് വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യണേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്രഡിറ്റേഷനെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ കുറെ ടേംസുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് അക്രഡിറ്റേഷനെ പറ്റിയിട്ടാണ് അല്ലെ. അക്രഡിറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? അതൊരു പബ്ലിക് റെക്കഗ്നീഷൻ ആണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൾസറി ആണ്, നിർബന്ധമുള്ള ഒരു കാര്യമല്ല അല്ലെ. അതെന്താണ്? വോളണ്ടറി ആണ് അല്ലെ. വോളണ്ടറി ആണ് കാര്യം. ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ബെനിഫിറ്റുകൾ ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മള് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ലഭിക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിനാണ്. കാര്യം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഓഫ് കെയർ, അതുപോലെ പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു റെക്കഗ്നീഷൻ ആണ്, വെറുതെ കിട്ടില്ല. അത് അത്രയും ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നുണ്ട്? ഏറ്റവും ഹൈ ക്വാളിറ്റി ഓഫ് കെയർ, പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പേഷ്യൻസിനാണെങ്കിൽ ഇത്തരം അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളില് സേവനങ്ങൾ കൊടുക്കുന്നത് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് എന്തായിരിക്കും? അവരും വളരെ കോൺഫിഡന്റ് ആയിരിക്കും. കാരണം ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനങ്ങളാണ് അത്തരം ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അല്ലെ. അതായത് അത്തരം ഹോസ്പിറ്റലുകളില്, അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളില് പേഷ്യൻസുകളുടെ അവകാശങ്ങൾ അവിടെ മാനിക്കുകയും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. പേഷ്യന്റിന്റെ സംതൃപ്തി അവിടെ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തുന്നുണ്ട്. സേവനങ്ങൾ കൊടുക്കൽ മാത്രമല്ല, ആ സേവനങ്ങൾ ലഭിക്കുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം അല്ലെ. അവരത്രയും തൃപ്തരാണോ, കിട്ടുന്ന സേവനങ്ങളിൽ അവർ ഓക്കെ ആണോ എന്നുള്ളതും കൂടെ ഫ്രീക്വന്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് പേഷ്യൻസിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, ആ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ആ ഒരു അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ, ഓരോ പോയിന്റുകളും മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: accreditation to a healthcare organization invigorates a continuous improvement.
അതായത് നമ്മളൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കൊടുക്കുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവരെ തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന്റെ പാതയിലോട്ട് നയിക്കുമെന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? അക്രഡിറ്റേഷൻ ഒരു അംഗീകാരമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. അതിനെ സാധാരണ രീതിയിൽ സംഭവിക്കാനായിട്ട് അതിന് താഴെ പോകാനായിട്ട് നോക്കുവോ? അല്ലെങ്കിൽ അതിന് താഴെ പോകുന്നതല്ല, നമ്മൾക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ മുകളിലോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെയാണിത്. അതായത് അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, നമ്മളൊരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കൊടുക്കുന്ന ആ ഒരു അംഗീകാരം, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവരെ തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന്റെ പാതയിലോട്ട് നയിക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിലൂടെ അത് കൂടുതൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻവിഗോറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉന്മേഷം പകരുക എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്. അതായത് നമ്മൾ ഈ പറയുന്ന അക്രഡിറ്റേഷൻ അത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ പേഷ്യന്റ് സേഫ്റ്റിയോടുള്ള അതിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അത് അവസരം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിന് ആ ഒരു ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സേഫ്റ്റി അതിനോടൊക്കെ കൂടുതൽ കമ്മിറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് അവർ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ് അല്ലെ. അപ്പൊ അതിലൂടെ നല്ലൊരു ഔട്ട്കംസ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും അല്ലെ. കാര്യം അക്രഡിറ്റേഷന്റെ അംഗീകാരമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കുറെ കൂടെ അത് ഉറപ്പുവരുത്തുകയും അതിലൂടെ നമുക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലിനിക്കൽ ഔട്ട്കംസുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അത് നമുക്ക് നല്ല പേഷ്യൻസിന് നല്ലൊരു സേവനങ്ങള് കൊടുക്കാനായിട്ട് അത് പ്രയോജനപ്പെടും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees best clinical outcomes. Okay. Then third point എന്താണ് പറയുന്നത്? It raises community confidence in the services given by the health care organization and services provided by the credentialed medical staff. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങളില് കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാര്യം അതൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അവിടെ സേവനങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ. ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ സേവനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളില് കമ്മ്യൂണിറ്റിക്ക് എന്തുണ്ടാവും? ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അല്ലെ. അതൊക്കെ കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പോകാനും അവിടുത്തെ സേവനങ്ങൾ കൈപ്പറ്റാനൊക്കെ അവർ കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. കാര്യം എന്താ? ഏറ്റവും ക്രെഡൻഷ്യൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് അവിടെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കേട്ടോ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താ നോക്കിയേ. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് an opportunity to the health care unit to benchmark with the best. To benchmark with the best. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ക്വാളിറ്റി സർവീസുകളൊക്കെ കൊടുക്കുന്ന, വൺ ഓഫ് ദ ടോപ്പ് പെർഫോമൻസ് ഒക്കെ നല്ല സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അത്തരം ഹോസ്പിറ്റലുകളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? ഇപ്പൊ നമ്മൾ അതിന്റെ ഏകദേശം അടുക്കലെത്തി എന്നർത്ഥം അല്ലെ. ഒരാള് നമ്മൾ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്ന മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഇയാള് കുറെ കൂടെ ടോപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി സർവീസസ് ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുമായിട്ട്
ബെഞ്ച് മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാരിസണ് അല്ലെ, അതുമായിട്ട് കമ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ള ഒരു അവസരം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി സർവീസുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു ലെവലിലോട്ട് അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ഒരു കമ്പാരിസണുള്ള അവസരം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ് നോക്കിയേ, an accreditation status also provides a marketing advantage in competitive health care. നമുക്കറിയാം ഇന്നിപ്പോ നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്, എന്നുവെച്ചാൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജും കൂടെ ഈ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അക്രഡിറ്റേഷൻ കിട്ടാന്ന് പറഞ്ഞൊരു ഗ്ലോബൽ റെക്കഗ്നീഷൻ അല്ലേ, ദാറ്റ് മീൻസ് ഒരു പബ്ലിക് റെക്കഗ്നീഷൻ അല്ലേ. അപ്പൊ അത് അവർക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടെയാണ്, അവർക്ക് അവരെ പരസ്യപ്പെടുത്താനും അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ എടുത്തു കാണിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് അത് എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടെ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾക്ക് അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി എടുത്തു കാണിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. അതാണ് കേട്ടോ. പിന്നെ വരുന്നത് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, HCO സ്റ്റാൻഡേർഡ്. HCO എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അതിനെ ഷോർട്ട് ആക്കി പറയുന്നതാണ്. അപ്പോ HCO സ്റ്റാൻഡേർഡ്സ് having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് രണ്ട് ഫുൾ ഫോമുകൾ ഉണ്ട് കേട്ടോ. HCO നിങ്ങൾക്ക് അറിയാം, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. പിന്നെ വേറൊരാളോട് പറയുന്നുണ്ട് ISQUA. അതങ്ങനെ തന്നെയാണ് കേട്ടോ, UA ഒക്കെ സ്മോൾ ലെറ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ISQUA അതിന്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് എഴുതി വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ എടുക്കോളൂ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അതാണ് കേട്ടോ അതിന്റെ ഫുൾ ഫോം, ISQUA. ഇതാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. എന്താണത്, അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ISQUA എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ സേവനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി, അത് സംബന്ധമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിന് വേണ്ട സർട്ടിഫിക്കേഷനും മറ്റും കൊടുക്കുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ISQUA എന്ന് പറയുന്നത്. ഇതാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. നമ്മുടെ ഹെൽത്ത് കെയർ സേവനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ ഉറപ്പുവരുത്തുകയും അത്തരം സേവനങ്ങൾക്ക് ഈ പറയുന്ന സേവനങ്ങൾക്കൊക്കെ സർട്ടിഫിക്കേഷനും മറ്റുമൊക്കെ കൊടുക്കുന്ന ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഒരു ഏജൻസി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അതാണ് എന്ത്, ISQUA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്താണ്, HCO സ്റ്റാൻഡേർഡ്സ് ഹാവിംഗ് ബീൻ സർട്ടിഫൈഡ് ബൈ ISQUA. ഇത്തരത്തില് ISQUA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ പറയുന്ന സ്റ്റാൻഡേർഡുകള്, അത്തരം സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുമ്പോൾ നല്ല നിലവാരമുള്ള സ്റ്റാൻഡേർഡുകളായിരിക്കും അല്ലെ. ISQUA സർട്ടിഫിക്കേഷനുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് ലെവൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം HCO സ്റ്റാൻഡേർഡ്സുകള് എന്ത് കൊടുക്കുന്നുണ്ട്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ. അതൊരു ഇന്റർനാഷണൽ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ, അതൊരു ഗ്ലോബൽ റെക്കഗ്നീഷൻ അത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനെ സഹായിക്കുന്നതാണ് പറയുന്നത്, വിച്ച് വിൽ ആൾസോ ഹെൽപ്പ് ടു എൻകറേജ് മെഡിക്കൽ ടൂറിസം. അത് മെഡിക്കൽ ടൂറിസത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. കാര്യം എന്താണ്, അത്തരം ഹോസ്പിറ്റലുകളെ പറ്റിയിട്ട്
വേൾഡ് വൈഡ് എന്ത് ലഭിക്കുകയാണ്? റെക്കഗ്നീഷൻ ലഭിക്കുകയാണ്. അങ്ങനെ റെക്കഗ്നീഷൻ ലഭിക്കുമ്പോൾ അത്തരം ഹോസ്പിറ്റലുകളുടെ സേവനങ്ങൾ ലഭിക്കാറുണ്ട്. അവിടെ ട്രീറ്റ്മെന്റിനും മറ്റുമായിട്ടൊക്കെ ആളുകൾ ട്രാവലിംഗ് തുടങ്ങും അല്ലെ, അവര് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നമ്മള് മെഡിക്കൽ ടൂറിസത്തിനെ കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ വിദേശീയരാക്കിയ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലോട്ട് ആയുർവേദം മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ പുറത്തേക്കും ആളുകൾ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ എന്താണ്? ആളുകൾ ട്രീറ്റ്മെന്റിനും മറ്റുമായിട്ട് പല അല്ലെ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ മെഡിക്കൽ ടൂറിസം ആണ് ശരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. കാര്യം എന്താണ്? ഇത്തരം ISQA അംഗീകാരമുള്ള അത്തരം സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകള് അല്ലെ, അതെന്ന് പറയുന്നത് അവർക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ ആണ് ലഭിക്കുന്നത്. ലോകമെമ്പാടും അറിയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് മെഡിക്കൽ ടൂറിസത്തിനെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള കുറെ ബെനിഫിറ്റ്സുകളാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഇൻ ദ എൻഡ് accreditation provides an objective system of empanelment by insurance and other third parties. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് പറയുന്നത്, accreditation provides an objective system of empanelment by insurance and other third parties. അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, അതായത് ഈ തേർഡ് പാർട്ടി ഏജൻസി എന്നൊക്കെ പറയുന്നത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനികളൊക്കെ അവര് എന്താണ് പറയാ, അവര് റെക്കഗ്നൈസ് ചെയ്യുന്ന അംഗീകൃതമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റില് ഉൾപ്പെടാനായിട്ട് അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാര്യം മനസ്സിലായോ? അതായത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പൊ നമ്മള് ഈ മെഡിസെപ്പ് കാർഡിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെഡിസെപ്പ് നമ്മുടെ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പെൻഷനേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാനുള്ളതാണ് ഈ മെഡിസെപ്പ് കൊടുക്കുന്നത്. മെഡിസെപ്പ് കാർഡ് കൊടുക്കും. ഈ മെഡിസെപ്പ് ഉള്ളവരെ സംബന്ധിച്ച് അവര് ലിസ്റ്റ് ചെയ്യുന്ന കുറെ ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, ആ ഹോസ്പിറ്റലാണ് ലിസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ. ഏറ്റവും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അത്തരം ഹോസ്പിറ്റലുകളിലൊക്കെ ഈ പറയുന്ന പേഷ്യൻസിന്, അതായത് ഈ പറയുന്ന ആളുകൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഷുറൻസ് മറ്റ് തേർഡ് പാർട്ടീസ് ഒക്കെ അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അംഗീകൃതമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റില് ഉൾപ്പെടാനുള്ള ഒരു എലിജിബിലിറ്റിയും കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത്രയും നല്ല ഹോസ്പിറ്റലുകളെയാണ് ആ ഒരു, അതിനെയാണ് നമ്മൾ എംപാനൽമെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എംപാനൽമെന്റ് ഏറ്റവും നല്ല സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ലിസ്റ്റില് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതും ഉൾപ്പെടാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് an objective system of empanelment by the insurance and other third parties. അതായത് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികള് അവര് ലിസ്റ്റ് ചെയ്യുന്ന, അവര് അംഗീകരിക്കുന്ന, അവര് റെക്കഗ്നൈസ് ചെയ്യുന്ന അംഗീകൃതമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനും അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. മനസ്സിലായ പോയിന്റുകളൊക്കെയാണോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ കൊണ്ട് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റുകളൊക്കെ മനസ്സിലായോ? ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ കേട്ടോ. എന്തെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണല്ലോ? അടുത്തത് പറയാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ് ആണ് കേട്ടോ. സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഒരു അക്രഡിറ്റേഷൻ കൊണ്ട്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഷംസിന് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ചോദിക്കും താഴെ പറയുന്നവയിൽ ഒരു അക്രഡിറ്റേഷൻ കൊണ്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ് കേട്ടോ. സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? അപ്പൊ ഒരേ ബെനിഫിറ്റ്സ് 3 പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3 പോയിന്റുകളും പറയുന്നത് ഒരേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, 3ആയിട്ട് ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ദി സ്റ്റാഫ് ഇൻ an accredited hospital is content a lot since it provides for continuous learning, good working environment and leadership. അതായത് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്തായിരിക്കും? ദേ ആർ കണ്ടന്റ് എ ലോട്ട്, ദാറ്റ് മീൻസ് ദേ ആർ കോൺഫിഡന്റ് എ ലോട്ട്. അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ കേപ്പബിലിറ്റീസ് അതെല്ലാം തന്നെ നല്ല രീതിയിൽ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നമ്മളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ജോലി എടുക്കലും സാലറി വാങ്ങലും മാത്രമല്ലല്ലോ, നമുക്ക് ആ ജോലി കൊണ്ട് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവണം അല്ലെ? നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ നോളജ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും കൂടെ അങ്ങനെ ഒരു എക്സ്പോഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് കുറെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഭാവിയിലാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ നല്ല കരിയർ ഓപ്ഷൻസുകളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടും അല്ലെ? അതുപോലെ തന്നെയാണ് ഈ പറയുന്നത്. അതായത് അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം എന്താണ്? അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, തുടർച്ചയായിട്ട് അവരുടെ പഠനത്തിനാണെങ്കിലും അതുപോലെ ഏറ്റവും നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവിയോൺമെന്റും അവർ ഒരു നല്ലൊരു ലീഡർഷിപ്പോട് കൂടി അവർക്ക് അവരുടെ സ്കില്ലും അവരുടെ നോളജും അവരുടെ കഴിവുകളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും എക്സ്പോഷർ ചെയ്യാനുമായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അത്തരം ഹോസ്പിറ്റലുകളിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് അല്ലേ? ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഈ സെയിം കാര്യം തന്നെയാണ് അടുത്ത 2 പോയിന്റിൽ പറയുന്നത് കേട്ടോ. നോക്കുക, capabilities and skills of staff also get enhanced in an accredited hospital. accredited hospital ആവുമ്പോൾ അവിടെ സ്റ്റാഫുകളുടെ കേപ്പബിലിറ്റീസ്, അവരുടെ സ്കില്ലുകള് അത് കുറേയും കൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് എൻഹാൻസസ് comprehensive professional development, knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include medical and paramedical staff. ഇത് തന്നെയാണ്, അതായത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ആ സ്റ്റാഫുകൾക്ക് അവരുടെ ആ ഒരു പ്രൊഫഷനെ കുറേയും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ചെറിയ രീതിയിലല്ല കേട്ടോ, കോംപ്രിഹെൻസീവ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ, വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്നുണ്ട് അല്ലെ? പിന്നെ അവരുടെ നോളജ് ആയിക്കോട്ടെ, അവരുടെ സ്കില്ലുകൾ ആയിക്കോട്ടെ, അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫുകളും പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ അവർക്ക് അവരുടെ അക്കൗണ്ടബിലിറ്റി, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ജോലിയുടേതായ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും അതിനുവേണ്ട സ്കില്ലും നോളജും അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷ്യൻസി ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം ഹോസ്പിറ്റലുകളിൽ അവർക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാഫുകളുടെ ബെനിഫിറ്റ് അതാണ്. പറഞ്ഞതെല്ലാം ഒരേ കാര്യം തന്നെയാണ് കേട്ടോ. അവരുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, അതിനുള്ളൊരു അവസരം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, പിന്നെ നല്ല വർക്കിംഗ് എൻവിയോൺമെന്റ് അവർക്ക്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നല്ലൊരു വർക്കിംഗ് അല്ലെ, ഒരു എൻവിയോൺമെന്റിൽ ജോലി ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞത് ഒരു ഭാഗ്യമാണ് അല്ലെ? അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുക അല്ലെ, അതൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്നും അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ടാ. പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്, ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പഠിച്ചതാ ക്വാളിറ്റി മാനേജ്മെന്റിന് എന്ത് പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, അടുത്തത് നമ്മൾ പഠിക്കുന്നത് അക്രഡിറ്റേഷൻ ബോഡീസിനെ പറ്റിയിട്ടാണ്. അക്രഡിറ്റേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ആരാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്നത്? ഹോസ്പിറ്റലിന് അകത്തുള്ള ആളുകളാണോ? അല്ല, ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ
ബോർഡുകൾ അല്ലെങ്കിൽ അത്തരം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ടായിരിക്കും അല്ലെ. അവരാണ് എക്സ്റ്റേണൽ, അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് അവർ ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആളാരാണ്, NABH ആണ്. കാര്യം നമ്മുടെ ഇന്ത്യക്കകത്തുള്ള കാര്യമാണ് പഠിക്കുന്നത് അല്ലെ. NABH പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അത് അവിടെ പഠിച്ചു തന്നെയാണ്, സെയിം പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് വേർഡ് എന്താണ്, NABH അല്ലെ. NABHന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NABHന്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ വിത്തിൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഹോസ്പിറ്റലുകൾക്കും മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കും അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് NABH എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, NABL. NABL നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എവിടെ പഠിച്ചിട്ടുണ്ട്, ലബോറട്ടറി സർവീസിനകത്ത് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. NABL 4 ഡിവിഷൻ ഒക്കെ ആയിട്ട് തിരിച്ചത് പഠിച്ചിട്ടില്ലേ. NABLന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബറേഷൻ ലബോറട്ടറീസ്. പഠിച്ചിട്ടുണ്ടോ, അത് പഠിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ ആരും, തെറ്റി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അറിയാലോ, അറിയാത്തവരാണെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബറേഷൻ ലബോറട്ടറീസ്. അതായത് നമ്മുടെ ലാബുകൾ ഉണ്ടല്ലോ, ആ ലബോറട്ടറീസിന് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണ് NABL എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മറ്റൊരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ACHSI. അപ്പൊ NABH NABL എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള സംഭവങ്ങൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡീസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് വേൾഡ് വൈഡ് ഒക്കെ ആയിട്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാണ് ACHSI കേട്ടോ. ജസ്റ്റ് അതിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ACHSI എന്താണ്, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ കേട്ടോ. എന്താണ്, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അതൊരു എന്താ പറയാ, ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. അടുത്തതാണ് നിങ്ങൾ പഠിച്ചതാണ് JCI അല്ലെ. JCI എന്താണ്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതെന്താണ്, ഇറ്റ് വർക്ക്സ് ടു എൻഹാൻസ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബൈ പ്രോമിസിംഗ് എഡ്യൂക്കേഷൻ, പബ്ലിക്കേഷൻസ്, അഡ്വൈസറി. ഇമ്പോർട്ടന്റ് ആണ് ദിനേശ്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ബെനിഫിറ്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, JCI വർക്ക്സ് ടു എൻഹാൻസ് patient safety and quality of health care in the international community by promising education, publications, advisory services and international accreditation and certification. Okay, അപ്പൊ JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI അഥവാ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം. അവരെന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റിയുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസറി സേവനങ്ങള്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഗ്ലോബലി ഈ പറയുന്ന പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറും ഒക്കെ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, JCI is the world's largest healthcare accreditor. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ. നമ്മൾ ഇത്രയും അക്രഡിറ്റേഷൻ ബോഡീസ് പഠിക്കുന്നതില് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അതേതാണ്, JCI ആണ് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ശരിക്കും ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ.
അതായത് പ്രത്യേകിച്ച് അവർ US പുറത്തൊക്കെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ, സിൻസ് 1994 each hospital that has tried JCI's Gold Seal of Approval has done so as a part of the constant performance improvement journey. അതായത് ഈ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതായത് അക്രഡിറ്റേഷന്റെ തന്നെ ഒരു ഗോൾഡ് സീൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗോൾഡ് സീൽ ഓഫ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, JCIയുടെ അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. പക്ഷെ അത്രയും ടോപ്പ് ലെവൽ ആയിട്ടുള്ളൊരു അക്രഡിറ്റേഷൻ ആണ് എന്ത്, JCIയുടെ അക്രഡിറ്റേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത് കേട്ടോ, ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ. കാര്യം എന്താണ്, JCIയുടെ അംഗീകാരമുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് ലെവലിലുള്ള ഹോസ്പിറ്റലുകളായിരിക്കും. അവരെല്ലാം തന്നെ ഏറ്റവും ഇംപ്രൂവ്മെന്റിന്റെ ആ ഒരു പാതയിലാണെന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് ക്വാളിറ്റി സർവീസസും പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്ന ഹോസ്പിറ്റലുകൾക്കാണ് JCIയുടെ അംഗീകാരം ലഭിക്കുന്നത്. JCI അക്രഡിറ്റേഷന് ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ, നമ്മുടെ ആസ്ട്രോ മെഡിസിറ്റി ഒക്കെ ഇല്ലേ, ആ ഹോസ്പിറ്റലിനൊക്കെ JCIയുടെ അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെയുണ്ട്, ഇതൊക്കെ PGയിലൊക്കെ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. JCIയെ പറ്റിയിട്ട് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? അക്രഡിറ്റേഷൻ ബോഡീസ് ഒക്കെ കിട്ടിയില്ലേ? NABH, NABL, ACHS, JCI. അതിൽ JCI ആണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് അക്രഡിറ്റേഷൻ ബോഡി ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഇനി നിങ്ങൾ അവിടെ പഠിച്ച സെയിം കാര്യം തന്നെയാണ് കേട്ടോ. NABH കേട്ടോ. NABHനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നോക്കുക, NABH സ്റ്റാൻഡേർഡ്സ് ആർ മോഡേണൈസ്ഡ്. ആദ്യം പഠിക്കേണ്ടത് NABHന്റെ ഫുൾ ഫോം ആണ്. ഫസ്റ്റ് അതാണ് പഠിക്കേണ്ടത്. രണ്ടാമത്തത് നോക്കിയേ, NABH സ്റ്റാൻഡേർഡ്സ് ആർ മോഡേണൈസ്ഡ് every 4 years. Every 4 years. ആ 4 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേ. അതായത് NABHന്റെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ അത് ഓരോ 4 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ എന്നും സ്ഥിരമായിരിക്കില്ല. അത് ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഓരോ കാലങ്ങൾ മാറുന്തോറും പുതിയ പുതിയ മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ പുതിയ പുതിയ സ്റ്റാൻഡേർഡുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോ NABHന്റെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ ഓരോ 4 വർഷം കൂടുമ്പോഴും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് JCI എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്, 3 വർഷം കൂടുമ്പോഴാണ് കേട്ടോ. അപ്പൊ അത് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. NABHും JCI ഒക്കെ പഠിക്കുമ്പോഴേ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ പോയിന്റുകൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ. ആ രീതിയിൽ വാരി വലിച്ച് പഠിക്കാതെ അതിന്റെ പോയിന്റ്സുകൾ മാത്രം, NABH എത്ര വർഷം കൂടുമ്പോഴാണ്, JCI എത്ര വർഷം കൂടുമ്പോഴാണ്, NABH എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, JCI എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ അതിന്റെ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റീവ് ലെവൽസ്, അങ്ങനെ കമ്പയർ ചെയ്ത് പോയിന്റുകളായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നോക്കുക, NABH 4 വർഷം കൂടുമ്പോഴാണ് അതിന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, നൗ ദ ഹോസ്പിറ്റൽ പുട്സ് ഇൻ ടു ഇഫക്ട് 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് പ്രാക്ടിക്കലി April 2020 കേട്ടോ. അതായത് ഇതിപ്പോ കുറച്ചും കൂടെ ഇന്നിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ന്യൂ എഡിഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്, അത് നോക്കിയാൽ മതി. അതായത് നിലവിൽ പ്രാബല്യത്തിലുള്ളത്, അതായത് 2020 തൊട്ട് നിലവിൽ പ്രാബല്യത്തിലുള്ളത് 5ാമത്തെ എഡിഷൻ ആണെന്നാണ് പറയുന്നത് കേട്ടോ. NABHന്റെ 5th എഡിഷൻ ആണ് കേട്ടോ. ഇപ്പൊ തൊട്ടാണ് April 2020 തൊട്ട് നിലവിൽ വരെ 5 എന്താണ് നിലവിലിരിക്കുന്നത്, നിലവിൽ പ്രാബല്യത്തിലുള്ളത് എത്രാമത്തെ എഡിഷൻ ആണ്, 5ാമത്തെ എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ടെക്സ്റ്റിലുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അപ്പോ 2 പോയിന്റുകൾ കിട്ടിയിട്ടോ, 3 പോയിന്റുകൾ കിട്ടി. NABHന്റെ ഫുൾ ഫോം പഠിച്ചു. 4 വർഷം കൂടുമ്പോഴാണ് അത് റിവൈസ് ചെയ്യുന്നത് അതിന്റെ സ്റ്റാൻഡേർഡുകൾ. അതുപോലെ നിലവിൽ എഫക്റ്റിലുള്ളത്, പ്രാബല്യത്തിലുള്ളത് എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ 5ാമത്തെ എഡിഷൻ ആണ്. ഇപ്പൊ തൊട്ടാണെന്ന് 2020 തൊട്ട് നിലവിലിരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. 3 പോയിന്റുകൾ കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കിയേ, NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ്
quality of the delivery of services by the hospital in a changing healthcare environment. അതാണ് നാലാമത്തെ പോയിന്റ്. NABH സ്റ്റാൻഡേർഡുകൾ എന്തിനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾക്കാണ്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി, ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, അല്ലെ, അവർ കൊടുക്കുന്ന സേവനങ്ങളിലുള്ള ക്വാളിറ്റി. അതിപ്പോ NABH മാത്രമല്ല കേട്ടോ, JCI ആയിക്കഴിഞ്ഞാലും വേറെ ഏത് അക്രഡിറ്റേഷൻ ബോഡി എടുത്താലും അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. എന്തൊക്കെയാണ്? ക്വാളിറ്റി ഓഫ് സർവീസസും പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണ്? NABH is given by an autonomous body established by the government of India known as QCI, Quality Council of India, which is the standard making body in India. കേട്ടോ, നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡുകൾ, സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, QCI. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു വിഭാഗമാണ് കേട്ടോ അത് QCI എന്ന് പറഞ്ഞത്. ആ QCIയുടെ കീഴില് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് എന്ത്? NABH എന്ന് പറയുന്നത് കേട്ടോ. അതായത് NABHന് സ്വയംഭരണ അധികാരമുണ്ട്. അത് എന്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് അതിന്റെ വിങ്ങായിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് കേട്ടോ ഇന്ത്യയിലെ. അതിന്റെ കീഴില് പ്രവർത്തിക്കുന്ന, അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുന്നു കേട്ടോ. NABHനെ പറ്റി അത്രമാത്രം മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ NABHന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. 4 വർഷം കൂടുമ്പോഴാണ് അതിന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. നിലവിലിരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് NABHന്റെ സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി, അതുപോലെ ക്വാളിറ്റി ഓഫ് സർവീസസ് ആണ്. പിന്നെ NABH എന്ന് പറയുന്നത് ഒരു ഓട്ടോനോമസ് ആയിട്ടുള്ള ബോഡിയാണ്. ഇതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ QCIക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ അല്ലേ? പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ. NABH mainly divides the hospital into 2 main divisions കേട്ടോ. ഈ NABH എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലുകളിലെ 2 മെയിൻ ഡിവിഷൻസ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് SHCO, രണ്ടാമത്തത് HCO. SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എന്തിന്റെ ബേസിലാണെന്ന് അറിയോ? ബെഡുകളുടെ എണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ അവര് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ SHCO എന്ന് പറയുമ്പോൾ ഇത് ലെസ് ദാൻ 50 ബെഡ്സ് ആണ്. 50 ബെഡുകളിൽ കുറവുള്ള അത്തരം കാറ്റഗറി, അത്തരം 50 ബെഡുകളിലൊക്കെ കുറവുള്ള ഹോസ്പിറ്റലുകളെ SHCO വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡുകളുണ്ട്. ഓക്കെ, SHCOനും HCOനും ഒരേ രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ അല്ല പറയുന്നത്. അതായത് 50ഓ 50ൽ കുറവുകളോ ബെഡുകളുള്ള അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ SHCO വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് HCO ആണ്. അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ ഇത്രയാണ് 50 ബെഡ്സ്. 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് HCO വിഭാഗത്തിൽ പെടുത്തുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ട് വേറൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡുകളാണ് ഉണ്ടായിരിക്കുക. വേറെ എന്താ വെച്ചാൽ എന്തെങ്കിലും ഡിഫറെന്റ് അല്ല, എങ്കിലും അവർക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ 2 ഡിവിഷൻസ് ആയിട്ടാണ് NABH നമ്മുടെ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലുകളെ 2 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് SHCO കാറ്റഗറിയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ലെസ് ദാൻ 50 ബെഡ്സ് ആണ്. രണ്ടാമത്തത് HCO കാറ്റഗറിയാണ്. അത് അവിടെ ബെഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50 ബെഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. NABH standards for hospitals is arranged by the technical committee constituted by the NABH that has esteemed persons from clinical, nursing and medical administration areas. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ കേട്ടോ. വേറൊന്നുമല്ല അവിടെ പറയുന്നത്. NABHന്റെ സ്റ്റാൻഡേർഡുകൾ ആരാണ് തയ്യാറാക്കുന്നത്? സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സ്റ്റാൻഡേർഡുകൾ, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ആരാണ് അറേഞ്ച് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്? അതൊരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്.
കമ്മിറ്റി ഉണ്ട്. ആ ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ NABH. NABH തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, അവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയോ? ഈ കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയേ. ദാറ്റ് ഹാസ് എസ്റ്റീംഡ് പേഴ്സൺസ് ഫ്രം ക്ലിനിക്കൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. നമ്മുടെ ക്ലിനിക്കൽ, അതായത് മെഡിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിൽ വരുന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള, ഏറ്റവും എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ഒരു കമ്മിറ്റി, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു എല്ലാ വിഭാഗവും ഉണ്ട്. അവിടെ ക്ലിനിക്കൽ ആയിട്ടുള്ള വിഭാഗത്തിൽ നിന്നും, നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നും, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിൽ നിന്നുള്ള എസ്റ്റീംഡ് ആയിട്ടുള്ള വ്യക്തികള് കൂടി ചേർന്നിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി നിർമ്മിച്ചിരിക്കുന്നത് NABH തന്നെയാണ്. ഈ ഒരു കമ്മിറ്റിക്കാണ് എന്ത് നിർമ്മിക്കുന്നത്? NABHന്റെ സ്റ്റാൻഡേർഡുകൾ അവരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അവരാണ് ആ സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കുന്നതും അത് അറേഞ്ച് ചെയ്യുന്നതും. ഇനി അടുത്തത് എന്താണ്? അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് കൺസിഡർ the needs of various laws and regulations and guidelines laid down by the government from the time to time. ഇനി നമ്മൾ ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡുകൾ വെറുതെ അങ്ങനെ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാണോ? അങ്ങനെയല്ല, അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലെ. അതായത് കാലാകാലങ്ങളില് നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങള്, നയങ്ങള്, അല്ലെങ്കിൽ മറ്റു പല മാർഗനിർദ്ദേശങ്ങള്, അതിനെയെല്ലാം പരിഗണിച്ചിട്ടാണ് NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യല്ല, അത് കാലാകാലങ്ങളില് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസുകള്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങള്, അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും നോട്ട് ചെയ്യാം കേട്ടോ. മെയിൻ NABH ഗൈഡ് ബുക്ക്. ഇനി നമ്മൾ NABH ഗൈഡ് ബുക്ക്, ആ ഒരു സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട് കൂടുതലൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നോക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 chapters, 100 standards and 651 objective elements. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് JCA പഠിക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. JCAക്ക് ആയിട്ട് എത്രയാണ്? 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സും 256 അങ്ങനെ എന്തോ സ്റ്റാൻഡേർഡുകളാണ് വരുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. NABH അതും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. NABH എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്? 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. ആ നമ്പർ മാറിപ്പോകരുത് കേട്ടോ. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് NABHന്റെ ഗൈഡ് ബുക്കിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ എന്താണ് ഒബ്ജക്റ്റീവ്? അവിടെ പറഞ്ഞല്ലോ 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ്, അത് എന്താണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്തിരിക്കുക. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓഫ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് that a hospital must follow to ensure the quality, safety and excellence in the health care. അതായത് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് കെയറില്, ദാറ്റ് മീൻസ് ആരോഗ്യ പരിചരണത്തില് ഈ ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, പിന്നെ ആ ഒരു എക്സലൻസ് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങള്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങളില് ക്വാളിറ്റി ഉറപ്പുവരുത്തണം, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, ഏറ്റവും മികച്ച സേവനങ്ങൾ കൊടുക്കണം, അത് ഉറപ്പാക്കണം. ഈ 3 കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലുകൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങള്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതിനെയാണ് വളരെ ഷോർട്ട് ആക്കിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസ് മീൻസ് അതിനകത്ത് ഈ പറയുന്ന എല്ലാം പെടുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, എക്സലൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിലാക്കാനായിട്ട് ഒരു ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്.
മാർഗനിർദ്ദേശങ്ങള്, ലക്ഷ്യങ്ങള്, അതിനെയാണ് അല്ലെങ്കിൽ റൂൾസ്, അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ സ്റ്റാൻഡേർഡിനകത്തും വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതെന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ? അടുത്ത സെന്റൻസ് നോക്കിയേ. എലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ആ പെർഫോമൻസിനെ ഒബ്സർവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു പെർഫോമൻസിനെ മെഷർ ചെയ്യാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫാക്ടേഴ്സുകള്, അതാണ് എന്ത് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ്, അല്ലെ? ഫാക്ടേഴ്സ് കമ്മിങ് അണ്ടർ ദ സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, ഒബ്സർവബിൾ ആണ്, സ്പെസിഫിക് ആണ്, വെരിഫയബിൾ ആയിട്ടുള്ള എന്താണ് ഫാക്ടേഴ്സ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ടു അസസ് ദ പെർഫോമൻസ്, അല്ലെ? ആ ഒരു ക്വാളിറ്റി സേവനങ്ങളിൽ ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തണം. അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ളതും മെഷറബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് എടുത്താൽ തന്നെ ആ സ്റ്റാൻഡേർഡിനകത്ത് തന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്നതിൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടല്ലോ. ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലായിട്ടാണ് അതിനെ ഷെയർ ചെയ്തിരിക്കുന്നത്. 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നോക്കാം, ആദ്യം തന്നെ നോക്കുക. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 1 or 2 are in core category which are necessarily judged during each assessment. 459 are in commitment category which will be judged during the final assessment, and 60 are in achievement category which will be estimated during the surveillance assessment, and 13 are in excellence category which will be assessed during re-accreditation. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലമെന്റുകളെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 കാറ്റഗറി എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ കോർ കാറ്റഗറി. ഫസ്റ്റ് വൺ എന്താണ്? കോർ കാറ്റഗറി. സെക്കൻഡ് വൺ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഓക്കെ, തേർഡ് വൺ എന്താണ്? തേർഡ് വൺ എന്തായിരുന്നു? അച്ചീവ്മെന്റ് കാറ്റഗറി. ആൻഡ് ഫോർത്ത് വൺ എക്സലൻസ് കാറ്റഗറി. കിട്ടിയോ? 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 651 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനകത്താണ്? കോർ കാറ്റഗറിക്കകത്താണ് കേട്ടോ. എന്താണ് കോർ കാറ്റഗറി? കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ വിച്ച് ആർ നെസസറി ജഡ്ജ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അതായത് നമ്മളൊരു അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട്, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്, അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ അംഗീകാരമാണ്. അതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസസ്മെന്റ് നടത്തണം. ഓക്കെ, അപ്പോ ഈ 102 ഒബ്ജക്റ്റീവ് എലമെന്റിനെ നമ്മൾ കോർ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് വിച്ച് ആർ നെസസറി ജഡ്ജ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അതായത് ഈച്ച് അസസ്മെന്റ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും, ഈച്ച് അസസ്മെന്റ് എന്നാണ് പറഞ്ഞത്, അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അസസ് ചെയ്യേണ്ടതായിട്ടുള്ള 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ്. 459 are in commitment category which will be judged during final assessment. അതായത് അക്രഡിറ്റേഷന്റെ അന്തിമ മൂല്യനിർണയ സമയത്ത്. മറ്റേതെന്ന് പറയുമ്പോൾ കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ആണ്, ഈച്ച് അസസ്മെന്റ് ആണ് കേട്ടോ. ആ സമയത്ത് അസസ് ചെയ്യേണ്ട 102 എണ്ണത്തിനെയാണ് നമ്മൾ കോർ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ അക്രഡിറ്റേഷന് ഫൈനൽ അസസ്മെന്റ്, അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട 459 എന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനകത്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ് കേട്ടോ. കമ്മിറ്റ്മെന്റ് കാറ്റഗറി അതിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 60 are in achievement category which will be estimated during the surveillance assessment കേട്ടോ. ഇനി 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്താണ്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ബി എസ്റ്റിമേറ്റഡ് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്.
അതായത് സർവൈലൻസ് അസസ്മെന്റ്. സർവൈലൻസ് ക്യാമറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? CCTV-നൊക്കെ നമ്മൾ സർവൈലൻസ് എന്നല്ലേ പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഓരോ ഘട്ടത്തിലും ഫൈനൽ ഘട്ടത്തിൽ മാത്രമല്ല, ആ അക്രഡിറ്റേഷൻ പ്രോസസ് എപ്പോ തൊട്ട് തുടങ്ങുന്നോ അതിനോടൊപ്പം തന്നെ അസസ് ചെയ്തു പോകുന്ന 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്താണ്. മനസ്സിലായല്ലോ? അതാണ് സർവൈലൻസ് അസസ്മെന്റ്. എപ്പോഴാണോ അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ അതിനോടൊപ്പം തന്നെ നമ്മൾ വിലയിരുത്തി പോകുന്ന 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളെയാണ് നമ്മൾ അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 130 ആണ് ബാലൻസ് വരുന്നത് അല്ലെ. 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ റീ അക്രഡിറ്റേഷൻ. നമ്മൾ പറഞ്ഞല്ലോ അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നു, അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്ര വർഷം വരെ ആ ഒരു അക്രഡിറ്റേഷൻ ഒരു വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അക്രഡിറ്റേഷൻ പ്രോസസ് അഗെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ഒരു 4 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോ റീ അക്രഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ വിലയിരുത്തുന്ന 30 ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സലൻസ് കാറ്റഗറിക്കകത്താണ്. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മൊത്തം അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 651 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ 102 ഇൻ കോർ കാറ്റഗറി, 459 are in commitment category, 60 are in achievement category, 30 are in excellence category. കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈച്ച് അസസ്മെന്റ് അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും വിലയിരുത്തുന്നതാണ് കോർ കാറ്റഗറി. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അന്തിമ മൂല്യനിർണ്ണയം, ഫൈനൽ അസസ്മെന്റ് സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിനോടൊപ്പം തന്നെ നമ്മൾ വിലയിരുത്തി പോകുന്നതാണ് 60 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അച്ചീവ്മെന്റ് കാറ്റഗറി. 30 എന്ന് പറയുന്നത് എക്സലൻസ് കാറ്റഗറി ആണ്. അത് റീ അക്രഡിറ്റേഷൻ പ്രോസസ് സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. 30. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ആ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് നമ്മൾ 4 കാറ്റഗറിയിലായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് NABH സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 100 സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പൊ 100 പഠിക്കാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് മാത്രം ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിക്കാന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം NABH സ്റ്റാൻഡേർഡ്. അപ്പൊ പ്രധാനമായിട്ടും അവിടെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അപ്പൊ ഫുൾ ഫോം പഠിച്ചു വെക്കല് ബുദ്ധിമുട്ടൊന്നുമല്ല. 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിക്കോളും കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. അതിന്റെ ആ ഫുൾ ഫോം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് തന്നിട്ട് അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ അതോ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒന്ന് ഫുൾ ഫോം പഠിച്ചു വെക്കാം. രണ്ടാമത്തെ കാര്യം ഒരു സ്റ്റാൻഡേർഡ് തന്നിട്ട് അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ അത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതിന് എന്തറിയണം? ഫുൾ ഫോം പഠിച്ചാൽ മതി. ഫുൾ ഫോം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പേഷ്യന്റ് സെന്റേർഡ് ആണോ ഓർഗനൈസേഷൻ സെന്റേർഡ് ആണോ. പേര് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യത്തെ നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ ഒന്ന് ഫസ്റ്റ് വൺ AAC കേട്ടോ. AAC എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ കേട്ടോ. ഇതൊക്കെയാണ് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ഇത് 3 കമ്പോണൻസുകളാണ്. നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചപ്പോ അതിൽ ക്വാളിറ്റി ഹെൽത്ത് കെയറിന്റെ കമ്പോണന്റുകൾ 9 നിങ്ങൾ പഠിച്ചില്ലേ? അതിനകത്ത് പഠിച്ച കമ്പോണന്റുകളല്ലേ ഇതൊക്കെ? ആക്സസ്, അസസ്മെന്റ്, കണ്ടിന്യൂവിറ്റി ഒക്കെ അതിനകത്ത് പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, ആ 3 കാര്യങ്ങളും ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ഓക്കെ, ദെൻ രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്. കെയർ ഓഫ് പേഷ്യന്റ് അഥവാ COP. ഓക്കെ, ദെൻ അടുത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അഥവാ MOM. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ MOM. ഓക്കെ, ദെൻ അടുത്തത് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അഥവാ PRE. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അഥവാ PRE. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ HIC. ഇതാണ്
ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ HIC. ഈ പറയുന്നതെല്ലാം തന്നെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ആക്സസ്, അസസ്മെന്റ്, കണ്ടിന്യൂറ്റി, ഇതൊക്കെ ആർക്കാ നമ്മൾ കൊടുക്കുന്ന പേഷ്യന്റിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് സെന്റേർഡ് ആണ്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളുടെ മാനേജ്മെന്റ്, മരുന്ന് കൊടുക്കുന്ന പേഷ്യന്റിനെ സെന്റേർഡ് ആയിട്ടല്ലേ. പേഷ്യന്റ് റൈറ്റ്സ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇതൊക്കെ എന്താണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണെന്ന് PSQ, ദാറ്റ് മീൻസ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ്? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് പേഷ്യന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് അത് ഓർഗനൈസേഷൻ സെന്റേർഡ് ആണ് കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ. ദെൻ ROM എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. ദെൻ FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ, പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികളുടെ മാനേജ്മെന്റും അതിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. പിന്നെ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ദെൻ IMS, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് HIMS ഒക്കെ ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്, അതിനകത്ത് വരുന്നതാണ് കേട്ടോ. IMS, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ഹോസ്പിറ്റലിലൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ജസ്റ്റ് അതിന്റെ ഒക്കെ ഒന്ന് ഫുൾ ഫോം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, അല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് വരാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സ്റ്റാൻഡേർഡുകളായിട്ട് പറയുന്നത് കേട്ടോ. ഒരു രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്തത് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ് കേട്ടോ. ഓക്കെ, NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. നമുക്ക് എന്ത് വേണം? NABHന്റെ അക്രഡിറ്റേഷൻ വേണമല്ലോ. ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകള് അല്ലെങ്കിൽ റിക്വയർമെന്റ്സുകള് എന്തൊക്കെയാണ്? നമുക്കൊരു NABHന്റെ അക്രഡിറ്റേഷന് നമ്മൾ എലിജിബിൾ ആകണമെങ്കിൽ, യോഗ്യരാവണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സുകള് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്? അപ്പൊ അതിനകത്ത് നമുക്ക് 10 കാര്യങ്ങളാണ് വേണ്ടത്. 10 റിക്വയർമെന്റ്സുകൾ അല്ലെങ്കിൽ 10 ഡോക്യുമെന്റേഷൻ ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് മാനുവൽ ആണ് കേട്ടോ. എന്താണ് മാനുവൽ? എന്താണ് മാനുവൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ റിക്വയർമെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ മാനുവൽ ആണ്. സെക്കൻഡ് വൺ കമ്മിറ്റി ആണ്. തേർഡ് വൺ നിങ്ങൾ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അത് 32 എണ്ണം അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ 4 തൊട്ട് 10 വരെ മറ്റു പല റിക്വയർമെന്റ്സുകൾ അവിടെ പറയുന്നുണ്ട്. ഇത്രയും ഡോക്യുമെന്റേഷൻസ് ആണ് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. അതില് ഒന്നാമത്തെ ഡോക്യുമെന്റേഷൻ ആണ് മാനുവൽ എന്ന് പറയുന്നത്. മാനുവൽ എന്തിനെ പറ്റിയുള്ള മാനുവൽ ആണ് നോക്കിയേ? അത് 3 നോട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ക്വാളിറ്റി, ദെൻ സേഫ്റ്റി, മൂന്നാമത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഏതൊക്കെയാണ്? ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് മൂന്നുമായിട്ടും ബന്ധപ്പെട്ട മാനുവലുകള് നിർബന്ധമായിട്ടും ഒരു അക്രഡിറ്റേഷൻ പർപ്പസിന് ആവശ്യമാണ്. ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാനുവലാണ്? ക്വാളിറ്റി, സേഫ്റ്റി, പിന്നെന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ. Okay, these 3 manuals must be assessed and revised every year. അപ്പൊ ഈ പറയുന്ന ഈ 3 കാര്യങ്ങളുമായിട്ട്, ഈ 3 മാനുവലുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? അസസ് ചെയ്തിരിക്കണം. അതുപോലെ എല്ലാ വർഷവും അത് റിവൈസ് ചെയ്തിരിക്കണം. ഇതൊരു പ്രത്യേക റിക്വയർമെന്റ് ആണ്. ഇതാണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ്. അക്രഡിറ്റേഷന് നമ്മൾ കിട്ടണമെങ്കിൽ, അതിന് വിധേയമാകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം മാനുവൽ ആണ് കേട്ടോ. ക്വാളിറ്റി, അതുപോലെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ പറയുന്ന 3 മാനുവലുകളും നിർബന്ധമായിട്ടും അവിടെ അസസ് ചെയ്തിരിക്കണം, വിലയിരുത്തണം. അത് എല്ലാ വർഷവും, എവരി ഇയർ ആണ് പറയുന്നത് കേട്ടോ. എല്ലാ വർഷവും അത് റിവൈസ് ചെയ്തിരിക്കണം, റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റീസ് ആണ് കേട്ടോ. കമ്മിറ്റീസ്, അപ്പോ പ്രധാനമായിട്ടും 8ഓളം കമ്മിറ്റികൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നിങ്ങൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചില്ലേ ഫാർമസിയില്? ആ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം.
കോഡ് ബ്ലൂ കമ്മിറ്റി. കോഡ് ബ്ലൂ എന്താണ്? എമർജൻസി, ഈ കാർഡിയാക് സംബന്ധമായിട്ടുള്ള എമർജൻസി ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെന്റും പ്രൈമറി ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അല്ലെ കോഡ് ബ്ലൂ കമ്മിറ്റി. അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് അതിനു വേണ്ടി പ്രത്യേകം ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, പിന്നെ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, അതായത് അച്ചടക്ക നടപടികൾ എടുക്കാനും പിന്നെ ഗ്രീവൻസ് പരാതികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിനുള്ളിൽ സംഭവിക്കാവുന്ന ചില സെക്ഷൽ ഹരാസ്മെന്റ്സുകള്, മറ്റു പല പ്രോബ്ലംസുകള്, അങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റികളും ഈ പറയുന്ന 8 കമ്മിറ്റികൾ നിർബന്ധമായിട്ടും എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യത്തെ 2 റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മാനുവലും കമ്മിറ്റി. ഓക്കെ, നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയതെന്ന് തോന്നുന്നു. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വലിയ വലിയ പോർഷൻസ് ആയതുകൊണ്ട് എനിക്ക് 4th മൊഡ്യൂളിൽ ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. എനിക്ക് 2 ചാപ്റ്റർ എടുക്കാനായിട്ടൊന്ന് മെഡിക്കൽ എക്യുപ്മെന്റും പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് വേഗം പറഞ്ഞു പോവാം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതും കുഴപ്പമില്ല, പക്ഷെ അതിന്റെ തുടക്ക ഭാഗങ്ങൾ കുറച്ച് നമുക്ക് ഒന്ന് പറയാനുണ്ട്. അപ്പോ ഈ ഒരു ചാപ്റ്റർ കുറച്ച് വലുതായതുകൊണ്ടും ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് വെക്കാൻ പറഞ്ഞത്. പോർഷൻസ് പറഞ്ഞ സമയത്തിന് തീർക്കാൻ പറ്റിയില്ലെങ്കിലോ ഒരു ടെൻഷൻ, അതുകൊണ്ട് വെച്ചതാണ് കേട്ടാ. ശനിയാഴ്ച നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്തായാലും നിങ്ങൾ സഹകരിച്ചില്ല, അതിന് താങ്ക്സ്. അപ്പൊ ശരി, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.